സർക്കാരിന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കാൻ കോൺഗ്രസിന്റെ തന്നെ സമുന്നതനായ നേതാക്കൾക്കൊക്കെ എത്തേണ്ടി വരുന്നത് കാവിക്കൊടിയുടെ തണലിൽ ആയിരിക്കേണ്ടി വന്നത് ആരുടെ കാരണം കൊണ്ടാണ്? അത് വേദനിപ്പിക്കുന്നുണ്ടോ? അല്ല, വി ആർ എന്നും കോൺഗ്രസിൻ്റെ ഭാഗമാണ്. വി ആറിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു കോൺഗ്രസ് പ്രസ്ഥാനമില്ലല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്നും കോൺഗ്രസിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ആത്മാർത്ഥമായി കൃത്യമായി പ്രവർത്തിച്ച മഹാനാണ് അദ്ദേഹം എന്ന കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. ഈ സാഹചര്യമല്ല, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വില കുറഞ്ഞൊരു വശമാണ് ഇവിടെ കാണുന്നത്. വി ആർ കൃഷ്ണതച്ചൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് ചിലർക്ക് തിരിച്ചറിയാൻ വൈകിപ്പോയി. നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ RSSനോ അതോടൊപ്പം ഉണ്ടായിരുന്ന ഹിന്ദു മഹാസഭയ്ക്കോ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി കാര്യമായി ബന്ധമില്ല. അവർ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ എതിർത്തവരാണ്, ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞവരാണ്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അന്ന് അവർക്ക് വേണ്ടി പാദസേവ ചെയ്ത പാരമ്പര്യമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിൻഗാമികൾ ഇപ്പോൾ സ്വാതന്ത്ര്യ സമര നായകന്മാരെ ചൊല്ലി അവരെ അവകാശപ്പെടുത്താനും അവരെ ആദരവർപ്പിക്കാനും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിൽ അവർക്ക് പറ്റിയ ഒരു തെറ്റ് തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇത് ഒന്നുമില്ല. ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും വി ആർ തന്നെയാണ്. വി ആർ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ കോൺഗ്രസ്സിന് വേണ്ടി ത്യാഗനിർഭരമായി പ്രവർത്തിച്ചതാണ്. അതുകൊണ്ട് വി ആറും കോൺഗ്രസുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.